പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഫെബ്രുവരി മാസം 3-ാം തീയതി തിങ്കളാഴ്ച. കർത്താവെ, പുതിയൊരു പ്രഭാതമൊരുക്കി അവിടുത്തെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ഉണർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ദിവസം മുഴുവനും അവിടുത്തെ കൃപകളാൽ നിറച്ച് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 41-42 വചനങ്ങൾ ഇന്ന് ധ്യാനിക്കാം. മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. മനുഷ്യരെ വിശ്വസിക്കാൻ മടിക്കുന്ന കർത്താവിനെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാം. ഇന്ന് പരസ്പരം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവർ നാളെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറുന്നു, വെറും നിസ്സാര കാര്യങ്ങളുടെ പേരിൽ. ഈശോയുടെ സ്നേഹഭാവത്തിൽ ഒരിക്കലും വ്യത്യാസം ഉണ്ടാകുന്നില്ല. നമ്മിൽ യഥാർത്ഥ ദൈവസ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹഭാവത്തിലും മാറ്റം വരികയില്ല. കർത്താവെ, പലപ്പോഴും പലരോടും ഞങ്ങൾക്ക് വിദ്വേഷവും വെറുപ്പുമൊക്കെ തോന്നിപ്പോകാറുണ്ട്. അവയെല്ലാം പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും തുടച്ചു മാറ്റാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരോടെങ്കിലുമൊക്കെ അകലത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ അടുക്കുവാനായി ഇന്ന് നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.